Dear students, welcome to Rijwan PSK Tele Classes and myself Fasil Ahmed, Physics faculty. Listen, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്ന ചാപ്റ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിൽ കൂടുതൽ കോൺസെപ്റ്റുകൾ നമുക്ക് ഓൾറെഡി 10ാം ക്ലാസ്സിലൊക്കെ പരിചയമുള്ളതാണ്. ദ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC ജനറേറ്റർ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, കുറേ കോൺസെപ്റ്റ് നമുക്ക് ഫെമിലിയറാണ്. മാത്രമല്ല നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ 4th ചാപ്റ്റർ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിൽ you learn that a current carrying conductor produces a magnetic field. A current carrying conductor produces a magnetic field. അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യം ഇവിടെ നടക്കുന്നത്. A varying magnetic field produces an electric current. ഓക്കെ, അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പരിചയമാണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ചാപ്റ്റർ തുടങ്ങുന്നത് ഞാൻ ചെറിയ ചോദ്യം ചോദിച്ചിട്ടാണ്. All of you know that father of electricity is Michael Faraday. എൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെയാണ്, why he is known so? എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം? നോക്കണേ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ എല്ലാ ഫോംസും എന്തായാലും ഒരു ബാറ്ററി എന്നൊരു കെമിക്കൽ സോഴ്സ് അല്ലേ? നിങ്ങൾക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എന്നാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫാരഡേയും ഹെൻറിയും നടത്തിയുള്ള ചില പരീക്ഷണങ്ങളാണ്. അതിലൂടെ വി ആർ ഗോയിങ് ടു അബ്സോർബ് ദി കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മക്കൾ 10th കുറച്ച് കാര്യങ്ങൾ അതിൽ പരിചയമുള്ളതുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് ഒരു കോയിലിലൂടെ ഒരു മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു. ആ സമയത്ത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കഥയാണ്. ഈ ചെറിയ കറണ്ടിൻ്റെ യൂസ് എന്താണെന്ന് ഫാരഡേ ചോദിച്ചപ്പോൾ ഫാരഡേ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ന്യൂ ബോൺ ബേബി? ഒരു ന്യൂ ബോൺ ബേബിയെ കൊണ്ട് എന്താ ഉപയോഗം? അതുപോലെ തന്നെയാണ് ഇത്രയും അന്നുണ്ടായ ചെറിയ ഇൻഡ്യൂസ് ചെയ്ത ചെറിയ കറണ്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഫോമിലോട്ട് ഇലക്ട്രിസിറ്റി വന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, നമ്മൾ എന്തായാലും അവർ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റിലോട്ട് മൂവ് ചെയ്യണം. സോ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ശ്രദ്ധിക്കണേ, ഈ എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മൾ വി ആർ ഗോയിങ് ടു ഗെറ്റ് ദി കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആൻഡ് സാധാരണ എല്ലാ പരീക്ഷണങ്ങളും കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരു എക്സ്പെരിമെൻറ്റ്. they will do something and they will observe something and they will conclude something. Okay, no? In this way, what's the first experiment? A bar magnet is inserted to a coil. That coil is connected to galvanometer. അവിടെ കറണ്ട് ഉണ്ടായോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. To that coil we are inserting a bar magnet. Okay, this is the experiment. ഇപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വെച്ച് എക്സ്പെരിമെൻറ്റ് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. യു ക്യാൻ സി എ കോയിൽ. ഞാനിവിടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബൾബാണ്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ലേറ്റർ വി വിൽ സ്വിച്ച് ടു ദി കേസ് ഓഫ് ഗാൽവനോമീറ്റർ. To this coil I am going to insert a bar magnet. Okay, and north pole is leading in this case. Okay, അപ്പോൾ ഈ സമയത്ത് when north pole is inserted you can see some current. The bulb is glowing. No, I'm repeating the thing once more. Okay, when the magnet is inserted you can see the bulb is glowing. Okay, and this is the thing they have observed. ഓക്കെ, അവരാദ്യം കണ്ട കാര്യം ഇതാണ്. വെൻ എ മാഗ്നറ്റ് ഈസ് ഇൻസർട്ടഡ് ടു ദി കോയിൽ എ കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് കേസ്. നമുക്ക് അവർ കണ്ട ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൻ ദ മാഗ്നറ്റ് ഈസ് ഇൻസർട്ടഡ് സ്ലോലി യു ക്യാൻ സി എ സ്മോൾ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ. ഓക്കെ, ഈ മാഗ്നറ്റ് പെട്ടെന്ന് ക്വിക്കായി ഇൻസർട്ടിൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഓക്കെ, വെൻ ദ മാഗ്നറ്റ് ഈസ് ഇൻസർട്ടഡ് ക്വിക്ക്ലി യു ക്യാൻ സി മോർ ഡിഫ്ലക്ഷൻ. ഓക്കെ, ബൾബ് കൂടുതൽ ഗ്ലോ ചെയ്യുന്നു. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യം എന്താ? ദേ ഹാവ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇൻസേർഷൻ. ഇല്ലടാ, മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്ത സ്പീഡ് ഇൻക്രീസ് ചെയ്തു. ഒന്ന്. ഈ രണ്ടാമത്തെ കാര്യം, അവർ ഈ ഡിഫ്ലക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ദേ കൻ ആൾസോ ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കഴിഞ്ഞാലും നേരത്തെ നമ്മൾ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ഡിഫ്ലക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, നോ മോർ ഡിഫ്ലക്ഷൻ വിൽ ബി ദർ. അപ്പോൾ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, യു ക്യാൻ insert the magnet quickly. First one.
Second one, listen, you can increase the number of turns of the coil. Third one, you can place a soft iron core that we will discuss in the later session. Inductance പറയുമ്പോഴാണ് പറയുക. You can place a soft iron core inside the coil so that the deflection will be increased. Okay, these are the things observed in the case of increase in the deflection. More deflection കിട്ടാൻ വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനി അടുത്ത് നോക്കണേ, listen, it's better to use the galvanometer now. When the north pole is inserted, north pole insert ചെയ്യുന്ന സമയത്ത് നോക്കണേ, when the north pole is inserted, you can see the deflection is towards the negative side, this side. Okay, when the north pole is pulled back, you can see the deflection towards the positive side, plus side, right side ലോട്ട് ഡിഫ്ലക്ഷൻ വരും. റിപ്പീറ്റ് ചെയ്യുന്നു, നോക്കൂ, നോർത്ത് പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ലെഫ്റ്റിലോട്ടാ, നോർത്ത് പോൾ പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ, അപ്പോൾ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ആയിട്ടുണ്ട്. ഈ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ആയത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴും പുൾ ബാക്ക് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷനാണ്. ഇത് മാത്രമല്ല, വെൻ യു ആർ ചേഞ്ചിങ് ദി ടോഗ്ലിംഗ് ദി പോൾസ്, നോക്കൂ, നേരത്തെ ലീഡ് ചെയ്തത് നോർത്ത് ആയിരുന്നു, ഇപ്പോൾ ലീഡ് ചെയ്യാൻ പോകുന്ന സൗത്താണ്. നോർത്ത് ഇൻസേർട്ട് ചെയ്തപ്പോൾ നെഗറ്റീവ് സൈഡിലോട്ടാണ്, ഒരു സൈഡിലോട്ടാണ് ഡിഫ്ലക്ഷൻ എന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ നോക്കാം, സൗത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഈസ് ടുവാർഡ്സ് ദി പോസിറ്റീവ് സൈഡ്. ഓക്കെ നോ, അപ്പോൾ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ആക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് ഇൻസേർഷനും പുൾ ബാക്കും, രണ്ടും ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷനാണ്. രണ്ടാമത്തത് നോർത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോഴുള്ള ഡിഫ്ലക്ഷൻ അല്ല, സൗത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നോർത്ത് പുൾ ബാക്ക് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ അല്ല, സൗത്ത് പുൾ ബാക്ക് ചെയ്യുമ്പോൾ. ഇതാണ് ഡിഫ്ലക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന കേസിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ലിസൺ, എപ്പോഴൊക്കെ ഡിഫ്ലക്ഷൻ ഇല്ലാത്തത്? ഡിഫ്ലക്ഷൻ ഇല്ലാത്തത് എപ്പോഴൊക്കെയെന്ന് വെച്ചാൽ, ലിസൺ, നോർത്ത് when this magnet is kept inside the coil, there is no deflection at all. അപ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു തമ്മിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണം, അല്ലേ? നോക്കൂ, ഞാനിവിടെ ഒരു കാര്യം കൂടെ കാണിക്കാം. ബൾബാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ നേരത്തേക്ക് മൂവ് ചെയ്തത് ബാർ മാഗ്നറ്റാണ്. Now I am going to move the coil. കോയിൽ മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവും. നോക്കാം, നമുക്ക് കോയിൽ മൂവ് ചെയ്യുന്നു, ഉണ്ടോ? കോയിൽ മൂവ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്നു. അപ്പോൾ നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു ദി മാഗ്നറ്റ് when the coil moves, as well as, listen, with respect to the coil when the magnet moves, രണ്ട് കേസിലും when there is a relative motion between the bar magnet and the coil, a current is induced. It's a conclusion they have made. അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അവർ കണ്ട ഒബ്സർവേഷൻസും അതുപോലെ ഈ കൺക്ലൂഷനുമാണ്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുന്നത്, വെൻ ദി കോയിൽ ആൻഡ് ദി മാഗ്നറ്റ് ആർ മൂവ്ഡ് വിത്ത് ദ സെയിം വെലോസിറ്റി, ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ there is no relative motion. Therefore ആ കേസിലും അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഡിഫ്ലക്ഷൻ ഉണ്ടാവാത്ത കേസ് നോക്കൂ, കോയിലിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് കൊണ്ടുവെക്കുമ്പോഴോ അല്ലെങ്കിൽ രണ്ടും ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴോ there is no relative motion. Therefore they have concluded that the relative motion between bar magnet and the coil produces a current or EMF in the coil എന്നാണ് കൺക്ലൂഷൻ വന്നത്. കംപ്ലീറ്റ് കറക്റ്റ് അല്ല, അടുത്ത എക്സ്പെരിമെൻറ്റിൽ അവർ മോഡിഫൈ ചെയ്ത് വരും. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ഒബ്സർവേഷൻസും കൺക്ലൂഷനുമാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ദ ഗാൽവനോ ഷോസ് എ ഡിഫ്ലക്ഷൻ വെൻ എ മാഗ്നറ്റിക് പോൾ ഈസ് ഇൻസേർട്ടഡ് ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഇൻക്രീസസ്. എപ്പോഴൊക്കെയാണ് ഇൻക്രീസ് ചെയ്തത്? ഒന്ന്, വെൻ ദ മാഗ്നറ്റ് ഈസ് ഇൻസേർട്ടഡ് ക്വിക്ക്ലി. ദെൻ സെക്കൻഡ് വൺ, എ കോയിൽ വിത്ത് മോർ നമ്പർ ഓഫ് ടേൺ ഈസ് യൂസ്ഡ്. നമ്മളിതെല്ലാം പരിചയപ്പെട്ടതാണ്. നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ പോയിൻ്റാണ് വെൻ എ സോഫ്റ്റ് ആൻഡ് കോർ ഈസ് പ്ലേസ്ഡ് അലോങ് ദ ആക്സ് ഓഫ് ദ കോയിൽ. കോയിലിൻ്റെ ഉള്ളിൽ നമ്മൾ സോഫ്റ്റ് ആൻഡ് കോർ വെക്കുമ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ കൂടുമെന്നുള്ള കേസ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ ഡിഫ്ലക്ഷൻ എപ്പോഴൊക്കെ റിവേഴ്സ് ആയത്? വെൻ ദ മാഗ്നറ്റിക് പോൾസ് ആർ ഇൻ്റർചേഞ്ച്, നോർത്തിന് പകരം സൗത്ത് കൊണ്ടുവരുമ്പോൾ, അല്ലേ? നോർത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഡിഫ്ലക്ഷൻ? നേരെ ഓപ്പോസിറ്റാണ് സൗത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ദെൻ ഡിഫ്ലക്ഷൻ റിവേഴ്സസ് വെൻ ദ മാഗ്നറ്റിക് പോൾ ഈസ് പുൾഡ് ബാക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസേർഷൻ. ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം പുൾ ബാക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു? our ഡിഫ്ലക്ഷൻസ് റിവേഴ്സ് ചെയ്ത് വരുന്നു. ആൻഡ് there will be some deflection when the coil is moved towards a stationary magnet. മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിന് പകരം മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് കോയിൽ മൂവ് ചെയ്യുമ്പോഴും അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. there will be no deflection, അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല when the magnet is kept stationary with respect to the coil. ഉള്ളിൽ കൊണ്ടുവച്ചാൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. when both magnet and the coil are moved with the same velocity, രണ്ടും ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലായ കാര്യം എന്താ? ഒരാളെ വെച്ച് മറ്റേ Okay, now when there is a relative motion between a coil and the magnet, that produces a current in the coil. This is a conclusion.
Okay, and I am switching over to the second experiment, and this is the second experiment. In the second experiment, already മക്കൾ പഠിച്ച സോളിനോയിഡ്, എ കറണ്ട് കാരിയിങ് സോളിനോയിഡ്, നോക്കൂ ബാറ്ററിയോട് കണക്ട് ചെയ്ത ഒരു സോളിനോയിഡ്, ഓക്കെ C2 എന്ന് പറഞ്ഞ സോളിനോയിഡ് ഉണ്ട്. എ കറണ്ട് കാരിയിങ് സോളിനോയിഡ് വിൽ ആക്ട് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ, ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു. കഴിഞ്ഞ 2 ചാപ്റ്ററിൽ മക്കൾ കണ്ടതാണ്. അപ്പോൾ ഇവരുടെ സെക്കൻഡ് ഫാരഡേയും ഹെൻറിയും നടത്തിയ എക്സ്പെരിമെൻറ്റിൽ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ബാർ മാഗ്നറ്റ് ദേ ഹാവ് യൂസ്ഡ് എ കറണ്ട് കാരിയിങ് സോളിനോയിഡ്. ദർ ഈസ് നോ ചേഞ്ച് അറ്റ് ഓൾ. നേരത്തെ കണ്ട അതേ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് ആ ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് കാണാം. ഹിയർ യു ക്യാൻ സീ എ കോയിൽ കണക്റ്റഡ് ടു എ ബൾബ് ഓർ ഗാൽവനോമീറ്റർ, near to which we have placed a current carrying coil, another coil. I am calling this as solenoid. Okay, current carrying solenoid is placed, and already നമ്മൾ പറഞ്ഞു ഇതെന്താ current carrying solenoid will act as a bar magnetic dipole പോലെ ആക്ട് ചെയ്യും. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ when this coil is moved you can see a deflection. കണ്ടോ, ഇൻസേർട്ട് ചെയ്യുമ്പോൾ നോക്കൂ ഈ ഭാഗത്തെ ഇലക്ട്രോണിൻ്റെ മോഷൻ നോക്കണേ. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ദേ ആർ മൂവിങ് ഡൗൺവേർഡ്, പുൾ ബാക്ക് ചെയ്യുമ്പോൾ ദേ ആർ മൂവിങ് അപ്വേർഡ്. കറണ്ടിൻ്റെ നമുക്ക് ഗാൽവനോമീറ്റർ വെക്കുമ്പോഴും ആ ഒരു റിവേഴ്സ് ചെയ്യുന്ന കേസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇൻസേർട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പുൾ ബാക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അതുപോലെ സ്ലോലി ഇൻസേർട്ട് ചെയ്താൽ ചെറിയ ഡിഫ്ലക്ഷനാണ് ഉണ്ടാകുന്നത്. അതേ സമയത്ത് ഇതാ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ലാർജ് ഡിഫ്ലക്ഷൻ. നേരത്തെ കണ്ട ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കയറി വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒബ്സർവേഷൻസ് നേരത്തെ കണ്ടത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ എ കറണ്ട് കാരിയിങ് സോളിനോയിഡ് ഈസ് ഇൻസേർട്ടഡ്. ഓക്കെ, ബാർ മാഗ്നറ്റിന് പകരം കറണ്ട് കാരിയിങ് സോളിനോയിഡ് മാത്രമേ മാറ്റുള്ളൂ. ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന കേസ് സോളിനോയിഡ് ഈസ് ഇൻസേർട്ടഡ് ക്വിക്ലി and a coil with more number of turns as well as a soft insertion of soft iron core. ഇതെല്ലാം ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കും. അപ്പോൾ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ് സോളിനോഡിലെ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ പ്ലസ് ടു മൈനസ് നമ്മൾ നേരെ തിരിച്ച് കണക്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ റിവേഴ്സ് ചെയ്യും. when the current carrying solenoid is pulled back instead of insertion. ഇതൊക്കെയാണ് റിവേഴ്സ് ചെയ്യുന്ന കേസ്. എപ്പോഴാണ് ഡിഫ്ലക്ഷൻ ഉള്ളത്, നമ്മൾ കറണ്ട് കാരിയിങ് സോളിനോയിഡ് റെസ്റ്റിൽ വെച്ചിട്ട് ഈ കോയിൽ കണക്റ്റഡ് ഗാൽവനോമീറ്റർ മൂവ് ചെയ്യുമ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. there will be no deflection when the current carrying solenoid is kept stationary with respect to the coil. when the both current carrying solenoid and the coil are moved with the same velocity. ഈ 2 പോയിന്റ് മനസ്സിലാക്കണം. the conclusion is nothing but very important, the relative motion between the coil and the current carrying solenoid produces a current in the coil. For listen, ഈ 2 എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യം, the reason for the production of a current or EMF is relative motion. Okay, then there comes the third experiment relevance അവിടെയാണ്. What is experiment 3? A current carrying solenoid is placed near to a coil. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെൻറ്റിലെല്ലാം you can see an arrow mark here. This arrow mark represents they are inserted or pulled back. But in the third experiment you cannot see that arrow mark, means they are not at all moving. Listen, a current carrying solenoid is placed near to a coil. This is already connected to a galvanometer, and this switch is made on and off. ഈ സ്വിച്ച് ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു. നോക്കൂ, ഇവിടെ ഒരിക്കലും ഒരാളെ വെച്ച് മറ്റുള്ള മൂവ് ചെയ്യുന്നില്ല, റിലേറ്റീവ് മോഷൻ ഇല്ല. അപ്പോൾ എന്താണ് ഇവരെ കണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി വെച്ചൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലിസൺ ഹിയർ, ഞാനിവിടെ ചെയ്യുന്ന കാര്യം നോക്കൂ. ഈ ദിസ് കോയിൽ ഈസ് പ്ലേസ്ഡ് നിയർ ടു ഇറ്റ്. ഓക്കെ, ഞാനത് ബൾബിലോട്ട് മാറി. ആൻഡ് ദിസ് സ്വിച്ച് കറണ്ട് കാരിയിങ് സോളിനോയിഡിൻ്റെ സ്വിച്ച് ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു, ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു. ഞാനിവിടെ ഓഫിന് പകരം ഇതിപ്പോൾ 0 കൊടുത്താലാണ് ഓഫ് വരിക, ഇങ്ങോട്ട് കൊടുത്താൽ പ്ലസ് വരും. ഓക്കെ, ഇങ്ങോട്ട് വന്നാൽ മൈനസ് വരും. നമുക്കിവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും കണ്ടോ, യു ക്യാൻ സി എ ഡിഫ്ലക്ഷൻ, യു ക്യാൻ സി ദ ബൾബ് ഈസ് ഗ്ലോയിങ്. ഇനി ഇവിടെ നോക്കണം, ഞാനിപ്പോൾ ഗാൽവനോമീറ്റർ ആക്കി. എപ്പോഴൊക്കെയാണ് ഇവിടെ ഡിഫ്ലക്ഷൻ ഉള്ളത്? സ്വിച്ച് ഓൺ ആക്കുമ്പോഴും അതുപോലെ ഓഫാക്കുന്ന ആ മൊമെൻറ്റിൽ മാത്രമേ ഡിഫ്ലക്ഷൻ ഉള്ളൂ. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോഴും അല്ല, ഞാനിവിടെ ഓഫായിരിക്കുമ്പോഴും ദർ ഈസ് നോ ഡിഫ്ലക്ഷൻ. എപ്പോൾ മാത്രമേ ഡിഫ്ലക്ഷൻ ഉള്ളൂ? ഓൺ ആക്കുമ്പോഴും ഓഫാക്കുന്ന ആ മൊമെൻറ്റിൽ മാത്രം. സോ ഐ എം കോളിംഗ് ദിസ് ഡിഫ്ലക്ഷൻ ആസ് മൊമെൻറ്ററി ഡിഫ്ലക്ഷൻ. കണ്ടോ, ആ മൊമെൻറ്ററി ഡിഫ്ലക്ഷൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈസ് ദർ റിലേറ്റീവ് മോഷൻ? ഇവിടെ റിലേറ്റീവ് മോഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ 2 എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കിയ കാര്യം റിലേറ്റീവ് മോഷനാണ് കറണ്ട് ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കി ദർ ഈസ് നോ റിലേറ്റീവ് മോഷൻ,
വേറെന്തോ കാരണമാണെന്നുള്ളത്. ഇതുപോലത്തെയാണ് നമ്മൾ സയൻസിൽ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഫിസിക്സിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയാണ്, എല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. അല്ല, നമ്മൾ വിൽ ഡു സം ട്രയൽസ്, നമ്മൾ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യും, അതെന്ന് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്താണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഭാഗമാവുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒബ്സർവേഷൻസും കൺക്ലൂഷൻസും സ്ലൈഡുകളിലൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, അതിൽ listen, you can see here, there will be a momentary deflection when the current through the solenoid is switched on or off. Switch on ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും you can see a momentary deflection, and there will be no deflection when the switch is kept on or off. ഓൺ ആയിരിക്കുമ്പോഴും ഓഫ് ആയിരിക്കുമ്പോഴും അവിടെ എന്തില്ല, ഡിഫ്ലക്ഷൻ ഇല്ല. ദ ഡിഫ്ലക്ഷൻ റിവേഴ്സസ് വെൻ ദ സ്വിച്ച് ഈസ് മെയ്ഡ് ഓഫ്. നമ്മൾ കണ്ടു നേരത്തെ, ഓൺ ആക്കുമ്പോൾ ഒരു സൈഡിലോട്ട് ഡിഫ്ലക്ഷൻ, ഓക്കെ, മൊമെൻ്ററി ഡിഫ്ലക്ഷൻ. ഓഫ് ആക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൊമെൻ്ററി ഡിഫ്ലക്ഷൻ വരുന്നത്. ഇവിടെ നിന്ന് അവരുടെ കൺക്ലൂഷൻ ദാറ്റ്സ് വെരി റെലവൻറ്റ്. ലിസൺ, ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഞാനത് ഒന്നുകൂടെ നിങ്ങളെ കാണിക്കുവാണ്. ലിസൺ, ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഈ കറണ്ട് കാരിങ് സോളിനോട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുക ഒരു കോമ്പസാണ് ഉപയോഗിക്കുക അല്ലേ. ആ കോമ്പസ് കണ്ടോ, ആ കോമ്പസ് ഏത് പൊസിഷനിൽ വെക്കുന്നു അതിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ആ ഡയറക്ഷൻ നിങ്ങൾ എവിടെ വെച്ച് കഴിഞ്ഞാലും കണ്ടോ ആ ഡയറക്ഷൻ കിട്ടും. ആ ഡയറക്ഷൻസാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും യു ക്യാൻ സീ, ലിസൺ, ഇവിടുത്തെ ഐ എം ഗോയിങ് ടു പ്ലേസ് ദിസ് കോമ്പസ് inside this I have placed the compass inside the coil. നോക്കണേ, ഞാൻ ഇവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും യു ക്യാൻ സീ സം ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറാണല്ലോ, ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് മാറും. ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുവാണ്. ലിസൺ, എന്താ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്? വെൻ എ കറണ്ട് കാരിങ് സോളിനോയിഡ് ഇസ് ഇൻസേർട്ടഡ്, അത് ഈ സോളിനോയിഡ് കണ്ടോ ഇത് അടുത്തോട്ടും അങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ ദ ലൂപ്പ് ഈസ്, കണ്ടോ ലൂപ്പിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ കണ്ട ബാർ മാഗ്നറ്റ് വെച്ചു, ഇതിലും നമ്മൾ കോമ്പസ് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അവിടെ കോമ്പസ് നോക്കണേ, ബാർ മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും പുൾ ബാക്ക് ചെയ്യുമ്പോൾ you can see the compass is showing some deviations, means that the magnetic field lines passing through that loop, through that coil is changing. This is the reason. ഓക്കെ, ഇതാണ് അവർ തേർഡ് എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കിയ റീസൺ. ആദ്യത്തെ രണ്ട് എക്സ്പെരിമെൻറ്റിൽ മനസ്സിലാക്കിയ പോലെ എന്തല്ല, റിലേറ്റീവ് മോഷൻ അല്ല ഇവിടുത്തെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഹിയർ ദ എക്സാക്ട് റീസൺ ഈസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ദ കോയിൽ പ്രൊഡ്യൂസസ് എ കറണ്ട് ഇൻ ഇറ്റ്. ഇതാണ് അവിടുത്തെ റീസണായിട്ട് അവർ ലാസ്റ്റ് മനസ്സിലാക്കിയത്. നമുക്കൊന്നും കൂടിയും ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചൊരു കൺക്ലൂഷനാണ്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്ക് ഒന്നുകൂടെ ലെവൽ കൂട്ടി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിലോട്ട് മൂവ് ചെയ്യാണ്. ഇത് നമ്മൾ ഒരു പുതിയ ടേം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്. നോക്കൂ, ചില ബാച്ചുകൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇലക്ട്രിക് ഫ്ലക്സ് അറിയുന്ന മക്കളുണ്ട്. എനിവേ, ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട ഒരു കോൺസെപ്റ്റാണ് ഏരിയ വെക്ടർ. ഇത് ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് പഠിച്ച ആൾക്കാർ, ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചവിടുത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ബാച്ചസ് ഉണ്ട്. ചില ആൾക്കാർ ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ വെക്ടർ. ഏരിയ നമ്മൾ സ്കേലാറാണല്ലോ, ഇതെന്താ ഇപ്പോൾ വെക്ടറായിട്ട് വരുന്നത്? ചില കേസിൽ നിങ്ങൾക്ക് ഏരിയയുടെ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഏരിയ എലമെൻ്റ് എടുക്കുന്നു. ഏരിയ എലമെൻറ്റ്, അതിൻ്റെ ഏരിയയുടെ അളവ് നമ്മൾ ചെറിയതാവുമ്പോൾ എന്താണ് കൊടുക്കുക? DA. ഓക്കെ, ചെറിയ ഏരിയ. നോക്കൂ, ഈ ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് ആക്ടിങ് perpendicular to the ഏരിയയ്ക്ക് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, നോർമൽ ടു ദി ഏരിയ. ഇങ്ങനെയാണ് ഈ ഏരിയ വെക്ടർ ആക്ട് ചെയ്യുക. നോക്കൂ, ദ ഡയറക്ഷൻ ഓഫ് ദി ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഏരിയ. ഇതിൻ്റെ ലെങ്ത് എങ്ങനെയാണ്? നിങ്ങൾ കുറച്ച് ചെറിയ ഏരിയ എടുക്കണേ വെച്ചാൽ ഇതിൻ്റെ ലെങ്ത് കുറവായിരിക്കും. കുറച്ച് വലിയ ഏരിയ ആണ് എടുക്കണേ വെച്ചാൽ
അതിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ നോ? അപ്പോൾ ഏരിയ വെക്ടറിൻ്റെ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഏരിയ. ബട്ട് ലിസൺ, ദർ ഈസ് നോ ഡൗട്ട് ഡയറക്ഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദറ്റ് ഏരിയ. റിപ്പീറ്റ് ചെയ്യാണ്, ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ ഈസ് ദി ഏരിയയാണ്. എൻ്റെ കൈയിൻ്റെ ഏരിയ എടുക്കുവാണെങ്കിൽ ലിസൺ, ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. ഇത് എപ്പോഴും ഓർത്തു വെക്കുക. ഏരിയ വെക്ടറിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞാലാണ് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് നീങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. വാട്ട് ഇസ് മാഗ്നറ്റിക് ഫ്ലക്സ്? വാട്ട് ഇസ് മാഗ്നറ്റിക് ഫ്ലക്സ്? അതിൻ്റെ സിമ്പിൾ നമ്മൾ ഫൈ ആണ് സാധാരണ ഉപയോഗിക്കാറ്. ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? വാട്ട് ഇസ് മാഗ്നറ്റിക് ഫ്ലക്സ്? Magnetic flux through any surface. Here you can see a surface here. Listen, surface in the area A എന്ന് വെച്ചോളൂ. ഇതാ അതിൻ്റെ ഏരിയ you can see a blue line. Blue line is perpendicular to that area and that represent the area vector. Okay. The magnetic flux through any surface is defined as the total number of magnetic field lines passing normal to the given surface. ആ സർഫസിന് നോർമലായിട്ട് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുന്ന സമയത്തും അതുപോലെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയുന്ന സമയത്തെല്ലാം ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. റിപ്പീറ്റിംഗ് ദ ഡെഫിനിഷൻ വൺസ് മോർ. വാട്ട് ഇസ് മാഗ്നറ്റിക് ഫ്ലക്സ്? Magnetic flux through any surface is defined as the total number of magnetic field lines passing perpendicular to that given surface. യൂണിറ്റ് സർഫസ് അല്ല കേട്ടോ, ഗിവൺ സർഫസ്. നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു സർഫസ് ഉണ്ട്. ഓക്കെ, സർഫസിൻ്റെ ഏരിയ എ ആണ്. ഏരിയ വെക്ടർ അങ്ങോട്ടാണ് കിടക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇതിന്ന് ആ ഏരിയ വെക്ടർ തീറ്റ ആംഗിളിലും മാഗ്നറ്റിക് ഫീൽഡ് കിടക്കുന്നു, കണ്ടോ? അപ്പോൾ ലിസൺ, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ പെർപെൻഡിക്കുലർ ഇങ്ങോട്ടുള്ള ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനിലെ കമ്പണ്ട് നോക്കി. കാരണം നമുക്ക് വേണ്ടത് നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏരിയക്ക് നോർമലായിട്ട് ആരാളുള്ളത്? ഏരിയ വെക്ടർ ഉള്ളത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആ ഡയറക്ഷനിലെ കമ്പണൻ്റ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ബി കോസ് തീറ്റ. Therefore magnetic flux is equal to BA cos theta or A into B cos theta. In vector form you will always say that phi is equal to B dot A, vector B dot A, where B is the vector B is the magnetic field, vector A is the area vector and theta is the angle between the magnetic field and the area vector. ഇത് ഈ തീറ്റയുടെ ഡെഫിനിഷനിൽ ഒരു ഇച്ചിരി കാര്യമുണ്ട്, മക്കൾ നോക്കണേ. വെൻ ദ ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ്, ഇവിടെ ശ്രദ്ധിക്കണേ, വെൻ ദ ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ് പെർപെൻഡിക്കുലർ, ഇത് ഫീൽഡ് ലൈനാണ്. അവിടെ ഓൾറെഡി ആരുണ്ട്? ഏരിയ വെക്ടർ ഉണ്ട്. ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ രണ്ടാളും ഒരേ ഡയറക്ഷനാണ്. നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ കയറി വരിക? 90. അതല്ല, ചതിക്കും നമ്മളെ. നോക്കിയേ, when the field lines are passing perpendicular to the surface, both area vector and the field are in the same direction, theta is equal to 0. Theta is equal to 0. തീറ്റയ്ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ cos 0 1 വരും. മാക്സിമം ഫ്ലക്സ് ഉണ്ടായിരിക്കും. What is magnetic flux? It is defined as the total number of field lines passing normal. ഓക്കെ, പിന്നെ അടുത്ത ലൈൻ നോക്കണം. ദെൻ ദ ഫ്ലക്സ് വിൽ ബി മാക്സിമം ആൻഡ് വെൻ ദി ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ് ത്രൂ ദ സർഫസ്. നോക്കൂ, ഇത് സർഫസ് ആണ്. വെൻ ദ ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ് ത്രൂ ദാറ്റ് സർഫസ് അല്ലെങ്കിൽ അലോങ് ദാറ്റ് സർഫസ്, നോക്കണം, ദിസ് ഈസ് ഏരിയ വെക്ടർ. ഏരിയ വെക്ടറും അതുപോലെ ഈ ഫീൽഡും കിടക്കുന്നത് എങ്ങനെയാണ്? 90 ഡിഗ്രിയാണ്. ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം നോക്കൂ, എല്ലാവരും ഇങ്ങനെ ഫീൽഡ് ലൈൻസ് എല്ലാം പാസിംഗ് ത്രൂ ദ സർഫസ് ആണെങ്കിൽ ആരെങ്കിലും പാസിംഗ് നോർമലായിട്ടുണ്ടോ? ഇല്ല. Flux will be 0. Flux is 0. ആ സെന്റൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. When the field lines are passing perpendicular to the surface, both area vector and magnetic field lines are in the same direction. Therefore, theta is equal to 0 degree and the flux will be maximum in that case. And in the second case, when the field lines are passing through the surface, in that case, area vector and the field lines are perpendicular to each other. Then theta is equal to 90 and the flux is 0. നമുക്കറിയാം, വാട്ട് ഈസ് വേരി ചെയ്യുന്ന നോൺ യൂണിഫോം ഫീൽഡൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഏരിയ ഡി എ എടുത്തിട്ട് അവിടുത്തെ ചെറിയ ഫ്ലക്സ് ബി ഡോ ഡി എ കാണും. ടോട്ടൽ ഫ്ലക്സ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അല്ലേടാ. ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി ഫൈ. വാട്ട് ഈസ് ഡി ഫൈ? ബി ഇൻറ്റു ഡി എ. വാട്ട് ഈസ് ബി ഡോ ഡി എ? ദാറ്റ് ഈസ് ബി ഡി എ കാസ് തീറ്റ. ഇവിടെയും പ്രശ്നമല്ല. വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ബി ആൻഡ് ഏരിയ വെക്ടർ ഡി എ. നമുക്ക് കാണാം, ബിയും എയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓർത്തു വെക്കുക, പെർപെൻഡിക്കുലർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ കയറി വരുന്ന 90 അങ്ങ് അടക്കി വെക്കുക. എന്തു പറയുക? തീറ്റ ഈസ് 0. ബിക്കോസ് ഹിയർ ദ ആംഗിൾ തീറ്റ ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഏരിയ അല്ല.
ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് നോർമൽ ടു ദ സർഫസ്. ആ പോയിന്റ് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് നോക്കുന്ന സമയത്ത് ഇക്വേഷൻ എന്താ? ഫൈസ് ബി ഡോട്ട് എ ബി എ കോസ് തീറ്റ. ബി എന്ന് പറഞ്ഞ ടെസ്ലയാണ്, മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് ടെസ്ലയാണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ടെസ്ല മീറ്റർ സ്ക്വയർ ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മൾ അതിനൊരു ഒറ്റ പേര് വിളിക്കും, വെബർ. നമ്മൾ അടുത്ത ടോപ്പിക്ക് ഫാരഡേസ് ലോ പറയുന്ന സമയത്ത് കയറി വരുന്ന ആ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കാം, അവിടെ വരുന്ന യൂണിറ്റാണ് വോൾട്ട് സെക്കൻഡ്. ഇതെല്ലാം സിമിലറാണ്, ഒരേ ഡയമെൻഷനാണ്, ഒരേ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സുകളാണ്. ആൻഡ് CGS ഫോമുലേൻ്റെ യൂണിറ്റ് മാക്സ്വെൽ എന്നാണ്. 1 മാക്സ്വെൽ is equal to 10⁻⁸ വെബർ. ഓക്കെ, ആൻഡ് ഡയമെൻഷൻ ഫോമുല മക്കൾക്ക് കാണാം. ഓൾറെഡി നിങ്ങൾ ലോറൻസ് ഫോഴ്സ് F=QEB എന്നും ബി മാഗ്നറ്റിക് ഇൻഡക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻറ്റു L² കൊടുത്താൽ യു വിൽ ഗെറ്റ് ദ ഡയമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ദിസ് ഈസ് ദ കേസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. എന്തിനാണ് മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ പഠിച്ചതറിയോ? Listen, magnetic flux gives you the number of field lines passing through the area of the coil. നിങ്ങളുടെ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോഴും കറണ്ട് കാരിങ് സോളിനോട് മൂവ് ചെയ്യുമ്പോഴും കറണ്ട് കാരിങ് സോൾ തൊട്ടടുത്ത് സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും കോമ്പസിൽ കൂടെ ഡിഫ്ലക്ഷൻ കണ്ടു. അവിടെ ചേഞ്ച് ചെയ്യുന്നത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണ്. അതിന് വിളിക്കുന്ന പേരാ ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ദേ ഹാവ് ഫാരഡേ സ്റ്റേറ്റഡ് ദി ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആൻഡ് അതാണ് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫാരഡേയുടെയും ഹെൻറിയുടെയും എക്സ്പെരിമെൻറ്റ്സ് പരിചയപ്പെട്ടു. അതുപോലെ നമ്മൾ പുതിയ ടേം പരിചയപ്പെട്ടു, മാഗ്നറ്റിക് ഫ്ലക്സ്. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പരിചയപ്പെടാൻ വേണ്ടി പോവാം. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താ പറയുന്നത്? വെൻ ദി മാഗ്നറ്റിക് ഫ്ലക്സ്, നേരത്തെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ഉപയോഗിച്ചത്, ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തു. വെൻ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് അല്ലേ, എപ്പോഴൊക്കെ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്തപ്പോഴും കറണ്ട് കാരിങ് സോളിനോട് മൂവ് ചെയ്തപ്പോഴും സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴൊക്കെ വിത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ്. വെൻ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ, ലിങ്ക്ഡ് മീൻസ് വെൻ ദ ഫീൽഡ് ലൈൻസ് ആർ പാസിംഗ്, ദ ഫ്ലക്സ് ഈസ് പാസിംഗ് ത്രൂ ദാറ്റ് കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. EMF ഉണ്ടായി. കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ച മക്കളാ, എല്ലാ EMFും കറണ്ട് ഉണ്ടാക്കില്ല. ക്ലോസ് സർക്യൂട്ടിൽ EMF മാത്രമേ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നോക്കണേ, an EMF induced in that coil and this EMF produces an induced current if the circuit is closed, and this is the standard definition of electromagnetic induction. നോക്കൂ, ഫാരഡേസ് എക്സ്പെരിമെൻറ്റ് ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. when the coil is inserted slowly, ഫ്ലക്സിൻ്റെ ചേഞ്ച് കുറേ സമയമെടുത്തു. ഫ്ലക്സിൻ്റെ ടൈം റേറ്റ് d∅dt കുറേ സമയം എടുത്താൽ വളരെ സ്ലോ ആയി, ടൈം റേറ്റ് കുറവാണ്. അപ്പോൾ ചെറിയ EMF ഉണ്ടാവുള്ളൂ. വെൻ ദ ബാർ മാഗ്നറ്റ് ഇൻസ്റ്റഡ് ക്വിക്ക്ലി, ടൈം കുറവാണ്, പെട്ടെന്ന് നല്ല റേറ്റിൽ ഫ്ലക്സ് മാറി അല്ലേ. ദാറ്റ് അതിനനുസരിച്ച് എന്തും മാറുന്നുണ്ട്, അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തും EMF ഇൻഡ്യൂസ് ചെയ്തും എല്ലാം മാറുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഫാരഡേസ് ലോ എന്ന് പറഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ d/dt ടൈം റേറ്റിന് ഈക്വലാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ്. ചില ബോർഡ് എക്സാമുകൾക്ക് സ്റ്റേറ്റ് ബോർഡിനെല്ലാം ചോദിക്കുന്നൊരു ചോദ്യം, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ഫാരഡേസ് ലോ? ഫാരഡേസ് ലോ റെലവൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഗീവ്സ് യു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈസ് ഈക്വൽ ടു -d∅dt. മൈനസ് എന്താണെന്ന് ഇപ്പോൾ ചോദിക്കരുത്. ഈസ് ഈക്വൽ ടു -d∅dt. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ to the rate of change of magnetic flux. മാഗ്നറ്റിക് ഫ്ലക്സിന് ഞാൻ ഇലക്ട്രിക് ഫ്ലക്സ് ഉള്ളത് കാരണം അതിന് നമ്മൾ φe എന്ന് കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഞാൻ φb എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. NCERT അതേ സിമ്പിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ഫോർ 1 turn and for n turns you want to multiply with n, therefore E is equal to -n into d∅dt. മൈനസ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ലോ പറയുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു കാര്യം കൂടെ ലിസൺ, ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ വരുന്നത്? BA cos തീറ്റ. B മാറിയാലും റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്, ഏരിയ മാറിയാലും റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്, തീറ്റ ഓറിയൻറ്റേഷൻ മാറിയാലും എന്തുണ്ട്? റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്. ആ ഒരു പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ്, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാനും EMF ഇൻഡ്യൂസ് ചെയ്യാനും കാരണം എന്താ? ഫ്ലക്സിലെ ചേഞ്ച് ആണ്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ് വെൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച്. B മാറുമ്പോൾ മാറും, ഏരിയ മാറുമ്പോൾ മാറും, തീറ്റ ഓറിയൻറ്റേഷൻ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഏരിയ മാറുമ്പോൾ. ജനറേറ്ററിലൊക്കെ മാറുന്ന എന്താ? ആ ഫീൽഡ് മാഗ്നറ്റ്സിൻ്റെ അടുത്ത് കിടക്കുന്ന ആർമേച്ചർ കോയിൽ, ദ ആർമേച്ചർ കോയിൽ ഈസ് റൊട്ടേറ്റിംഗ്. നോ ലിസൺ, ആ കേസിൽ ഓറിയൻറ്റേഷൻ തീറ്റയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതിൽ ഏത് കോമ്പിനേഷൻ വന്നാലും അവിടെ എന്തുണ്ടാവും മക്കളെ? ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഇൻഡ്യൂസസ് എൻ EMF. സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ കാരണം ഉണ്ടാകും. ഓക്കെ, ആൻഡ് ഇഫ് R ഈസ് എ സ്മോൾ ലെറ്റർ r,
ബിക്കോസ് നമ്മൾ കണ്ടക്ടറാണ്, കണ്ടക്ടർ റെസിസ്റ്റൻസ് കുറവായിരിക്കും അല്ലേ. therefore if R is the resistance of the conductor, the induced current is given by the Ohm's law, I is equal to E by R, and the induced EMF is equal to minus d phi by dt അല്ലേ. വാട്ട്സ് d phi by dt? കുറേ ഗ്രാഫ് കണ്ട മക്കളാ. d phi by dt is nothing but the slope of flux time graph. നമ്മൾ ചില ക്വസ്റ്റ്യനുകൾ അതിനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓർത്ത് വെക്കുക, ഇൻഡ്യൂസ്ഡ് EMF is equal to the negative slope of flux time graph, phi by t. d phi by dt യുടെ നെഗറ്റീവാണ് EMF. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ക്വസ്റ്റ്യനൊന്നും ഞാൻ ചെയ്യണമെന്ന് കാര്യമില്ല, ഇത് മക്കൾക്കൊരു ഹോംവർക്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഫ്ലക്സ് ഫൈ ഈസ് ഗിവൺ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. ഫ്ലക്സ് ഫൈ ഈസ് ഗിവൺ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. നോക്കൂ, ഫൈ ഈസ് ഈക്വൽ ടു 6t² plus 5t, sorry, minus 5t plus 1. And what is the magnitude of induced current? കറണ്ട് കാണണമെങ്കിൽ EMF കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? കറണ്ട് കാണണമെങ്കിൽ EMF വേണം ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ദേ ഹാവ് ഗിവൺ ദി റെസിസ്റ്റൻസ്, സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഓക്കെ, EMFൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞുള്ളല്ലോ. magnitude of EMF is given by the Faraday's law, that is equal to minus d phi by dt. ഡെറിവേറ്റീവ് കാണാം, ടൈമിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് വരിക, ടൈമിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. മക്കൾ ചെയ്തേക്കണം. ലിസൺ ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസിന് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. മക്കളെ, സെക്കൻഡ് കോയിൽ ഹാവിങ് 500 സ്ക്വയർ ലൂപ്സ്, ഈച്ച് ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ. ഏരിയ കാണാൻ വേണ്ടി തന്നിട്ടുണ്ട്. എത്ര ടേൺസ് ഉണ്ട്? ക്യാപിറ്റൽ N 500 ആണ്, സ്ക്വയർ ആണ്, ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. പ്ലെയിൻ പെർപെൻഡിക്കുലർ തീറ്റാസ് ഈക്വൽ ടു 90 അല്ല, തീറ്റാസ് ഈക്വൽ ടു 0, കോസ് 0യുടെ വാല്യൂ 1 ആണ്. ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 ടെസ്ല പെർ സെക്കൻഡ്. 1 ടെസ്ല പെർ സെക്കൻഡ്. Magnetic field is changing with respect to time. It's dB by dt. ടെസ്ല പെർ സെക്കൻഡ് dB by dt ആണ്. അപ്പം നോക്കൂ, ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ ഫീൽഡ് മാറാം, ഏരിയ മാറാം, ഓറിയൻറ്റേഷൻ മാറാം. ഇവിടെ ഫീൽഡാണ് മാറിയിട്ടുള്ളത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസേഴ്സ് കാണുക. അടുത്ത ടോപ്പിക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.